നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. രാജ്യം 74ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഡൽഹിയിലെ കർത്തവ്യപഥിൽ വിപുലമായ പരേഡ്. രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ये दस्ता मराठा लाइट इन्फेंट्री का नेतृत्व संभाला है कैप्टन शाश्वत अब्बास ने। भारतीय सेना की सबसे पुरानी और सबसे सम्मानित रेजिमेंटों में से एक है। इसका गौरवशाली इतिहास 254 वर्षों से अधिक। I commend the roles of രാജ്യത്തിനായി ജീവൻ ബലി നൽകിയവരെ അനുസ്മരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ സൗന്ദര്യം. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വഴികാട്ടിയായത് ഭരണഘടനയാണെന്നും ഭരണഘടനയനുസരിച്ച് മുന്നോട്ടു പോകേണ്ടത് പൌരന്റെ കടമയാണെന്നും രാഷ്ട്രപതി. രാഷ്ട്ര നിർമ്മാണത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഇടം നൽകണമെന്നും ദ്രൗപദി മുർമു. റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യസമര സേനാനികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒന്നിച്ച് മുന്നേറാമെന്ന് മോദി. യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി ആദരമർപ്പിച്ചു. സംസ്ഥാനത്തും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ആഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. ഗവർണർ റിപ്പബ്ലിക് ദിന പ്രസംഗം തുടങ്ങിയത് മലയാളത്തിൽ. അഭിമാനകരമായ നിമിഷമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ. തീവ്രവാദത്തിനെതിരെ പൊരുതുന്ന വലിയ ശക്തിയായി ഇന്ത്യ മാറിയെന്നും ഗവർണർ. പിണറായി സർക്കാരിനെ പുകഴ്ത്തി ഗവർണർ. പരിസ്ഥിതി, ഭവന നിർമ്മാണം, ആരോഗ്യം തുടങ്ങിയ മേഖലകളുടെ വളർച്ച ലക്ഷ്യം വെച്ച് നവകേരളം പദ്ധതി മുഖ്യമന്ത്രി നടപ്പാക്കുന്നു.
3.2 ലക്ഷം വീടുകൾ ലൈഫ് പദ്ധതിയിലൂടെ പൂർത്തിയാക്കാനായെന്നും ഗവർണർ. ഭരണഘടന അട്ടിമറിക്കാൻ പല തലത്തിലും ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ. ഭരണഘടനയുടെ കാവലാളായി നാം മാറണം. ഭരണഘടന സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യത നമുക്കുണ്ടെന്നും സജി ചെറിയാൻ. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് മന്ത്രി പി രാജീവ്. വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനാപരമാണ്. ധനപരമായ ഫെഡറലിസവും പ്രധാനമാണ്. മതാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട രാജ്യങ്ങൾ അവരുടെ ആശയങ്ങൾ തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞിട്ടുണ്ടെന്നും പി രാജീവ്. ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെയും സ്വതന്ത്ര ചിന്തയ്ക്കെതിരെയും വെല്ലുവിളി ഉയരുന്നുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഭരണഘടനയെക്കുറിച്ച് പറയുകയും അതിനെതിരായ നീക്കങ്ങൾ അന്തഃപുരങ്ങളിൽ നടക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. കേരളത്തിലും അസ്വസ്ഥതയുളവാക്കുന്ന ചില നീക്കങ്ങൾ നടക്കുന്നുവെന്നും മന്ത്രി. ഭരണഘടന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. രാജ്യത്തെ മതനിരപേക്ഷത വലിയ ഭീഷണി നേരിടുന്നു. വർഗീയത രാജ്യം നേരിടുന്ന വെല്ലുവിളിയാണെന്നും മന്ത്രി. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഗവർണറുടെ അറ്റ് ഹോമിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്ഭവനിൽ ഗവർണർ നടത്തുന്ന വിരുന്ന് സൽക്കാരമാണ് അറ്റ് ഹോം. ഗവർണർ സർക്കാർ ബന്ധം മെച്ചപ്പെട്ടതിന്റെ ഭാഗമായാണ് വിരുന്നിൽ പങ്കെടുക്കാനുള്ള തീരുമാനം. തിരുവനന്തപുരത്ത് റെയിൽവേ ആസ്ഥാനത്തും റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. റെയിൽവേ ഡിവിഷണൽ മാനേജർ ആർ മുകുന്ദ് ദേശീയ പതാക ഉയർത്തി. അഡീഷണൽ ഡിവിഷണൽ മാനേജർ വിജയ്കുമാർ തൻവി, പ്രഫുൽ ഗുപ്ത എന്നിവരും പങ്കെടുത്തു. മലബാർ കലാപകാരികൾ സ്വാതന്ത്ര്യസമര സേനാനികളല്ലെന്ന് ആവർത്തിച്ച് ചരിത്രകാരൻ സി എ ഐസക്. സ്വാതന്ത്ര്യസമര സേനാനി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചരിത്ര വസ്തുതകൾ കണക്കിലെടുത്ത്. തനിക്ക് പ്രവർത്തിക്കാൻ വേദിയൊരുക്കിയത് RSS. പത്മ പുരസ്കാരം അപ്രതീക്ഷിതമെന്നും സി എ ഐസക്. പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമെന്ന് ചെറുവയൽ രാമൻ. വയനാട്ടിലെ പാരമ്പര്യ ഗോത്ര കർഷകനായ ചെറുവയൽ രാമന് തനത് നെൽവിത്തുകളുടെ സംരക്ഷണത്തിനാണ് അംഗീകാരം ലഭിച്ചത്. കാർഷിക രംഗത്തെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പെൻഷൻ പ്രായം ഉയർത്തില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ന്യൂസ് 18നോട്. ധനപ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങില്ല. ക്ഷേമ പെൻഷൻ തുടരും. ചില കേന്ദ്ര നയങ്ങൾ തിരിച്ചടിയായെന്നും ധനമന്ത്രി. ഗണേഷ് കുമാറിന്റെ വിമർശനത്തിന് ധനമന്ത്രിയുടെ മറുപടി. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഭരണപരമായ തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അല്ലാതെ പ്രഖ്യാപിച്ച പദ്ധതികൾ മുടക്കേണ്ടി വന്നിട്ടില്ലെന്നും മന്ത്രി. പദ്ധതികളുടെ പ്രഖ്യാപനമല്ലാതെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ വിമർശനം. വിവാദ BBC ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ കോൺഗ്രസ്. ഇന്ന് വൈകിട്ട് പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പ്രദർശനം. അനിൽ ആന്റണിയുടെ രാജി വാർത്തകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമെന്ന് സൂചന. BBC ഡോക്യുമെന്ററി വിവാദത്തിൽ അനിൽ ആന്റണിയുടേത് അടഞ്ഞ അധ്യായമെന്ന് രമേശ് ചെന്നിത്തല. അദ്ദേഹം പാർട്ടി പദവികൾ രാജിവെച്ചു. കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതാണെന്നും രമേശ് ചെന്നിത്തല. ഡോക്യുമെന്ററി പ്രദർശനം തടഞ്ഞ് ഗുജറാത്ത് കലാപത്തിലെ സത്യാവസ്ഥ മറച്ചുവെക്കാൻ ശ്രമിക്കേണ്ടെന്ന് രമേശ് ചെന്നിത്തല. കലാപത്തിൽ മോദിക്കും അമിത്ഷായ്ക്കുമുള്ള പങ്ക് എല്ലാവർക്കും അറിയാമെന്നും ചെന്നിത്തല. BBC ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ ഫ്രറ്റേണിറ്റിക്ക് കോഴിക്കോട് ബീച്ചിൽ അനുമതി നിഷേധിച്ചു. മുൻകൂട്ടി അനുമതി തേടിയില്ലെന്ന് പോലീസ്. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. റോഡ് ഉപരോധത്തെ തുടർന്ന് 6 ഫ്രറ്റേണിറ്റി പ്രവർത്തകർ അറസ്റ്റിൽ. BBC ഡോക്യുമെന്ററി പ്രദർശനത്തിന്റെ പേരിൽ JNUവിലെ ABVP ആക്രമണത്തിനെതിരെ കോഴിക്കോട് വ്യാപക പ്രതിഷേധം. SFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും കൂട്ടായ്മയും നടത്തി. കേന്ദ്ര കമ്മിറ്റി അംഗം KV അനുരാഗ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടന്നു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ BBC ഡോക്യുമെന്ററി പ്രദർശനം നടത്തി. DYFI, യൂത്ത് കോൺഗ്രസ്, AYF എന്നീ യുവജന സംഘടനകൾ വെവ്വേറെയാണ് പ്രദർശനം നടത്തിയത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു പ്രദർശനം. പാലക്കാട് നിന്ന് വനംവകുപ്പ് പിടികൂടിയ കാട്ടാനയുടെ ശരീരത്തിൽ പെല്ലറ്റുകൾ കണ്ടെത്തി. 15 പെല്ലറ്റുകളാണ് ധോണിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. വനംവകുപ്പ് ആനയെ പരിശോധിച്ചപ്പോഴാണ് പെല്ലറ്റുകൾ കണ്ടെത്തിയത്. നാടൻ തോക്കിൽ നിന്ന് വെടിയുതിർത്തതിനാലാണ് ശരീരത്തിൽ പെല്ലറ്റുകൾ തറച്ചത്. ആനകളെ ആക്രമിക്കരുതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. PT-7 എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചത് ഗുരുതര തെറ്റ്. വന്യജീവികളെ പ്രകോപിപ്പിച്ചാൽ പ്രതികാര ബുദ്ധിയോടെ അവ പ്രതികരിക്കും. PT-7 ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്നും ആരോഗ്യത്തോടെ തിരിച്ചുവരുമെന്നും മന്ത്രി.
ഇടുക്കിയിലെ കാട്ടാന ശല്യത്തിൽ ഇടപെട്ട് വനം മന്ത്രി. കാടിറങ്ങുന്ന ആനകൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കാതെ നോക്കും. വനംവകുപ്പ് ജീവനക്കാർ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് പരാതിയുണ്ട്. വനപാലകർ ഈ നിലപാട് തുടർന്നാൽ കർശന നടപടിയെടുക്കുമെന്നും വനംവകുപ്പ് മേധാവിയുമായി സംസാരിച്ചെന്നും മന്ത്രി. വയനാട്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. ബത്തേരി താഴത്തൂർ നൂലക്കുന്നിലാണ് പ്രദേശവാസി കടുവയെ കണ്ടത്. തൊട്ടടുത്ത മടക്കരയിലും കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്ത് വനംവകുപ്പും പോലീസും തെരച്ചിൽ നടത്തുന്നു. കുടുംബശ്രീയുടെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് സംസ്ഥാനത്ത് അയൽക്കൂട്ട സംഗമം സംഘടിപ്പിക്കും. 3 ലക്ഷം അയൽക്കൂട്ടങ്ങളിലായി 45 ലക്ഷം വനിതകൾ സംഗമത്തിൽ പങ്കെടുക്കും. ചുവട് 2023 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട സംഗമത്തിന്റെ ഭാഗമായി രാവിലെ 8-ന് എല്ലാ അയൽക്കൂട്ടങ്ങളിലും ദേശീയ പതാക ഉയർത്തും. 200 കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ച സംഭവത്തിൽ ആറ്റിങ്ങൽ സിഐക്കെതിരെ നടപടിയുണ്ടാകും. തിരുവനന്തപുരം റൂറൽ എസ്പി ഡി ശിൽപ ആറ്റിങ്ങൽ SHOയോട് വിശദീകരണം തേടി. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനിടയായ സാഹചര്യത്തിൽ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ വിമർശിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കഞ്ചാവ് കടത്തിയ 3 പേർക്കാണ് പോലീസിന്റെ പിഴവ് മൂലം ജാമ്യം ലഭിച്ച് കഞ്ചാവ് മാഫിയയെ സഹായിച്ച സംഭവം. സംസ്ഥാനത്ത് 2 ദിവസത്തിന് ശേഷം ഇന്ന് മഴ കുറയും. കഴിഞ്ഞ 2 ദിവസവും ആഗോള കാലാവസ്ഥാ പ്രതിഭാസമായ മാഡൻ ജൂലിയൻ ഓസിലേഷന്റെ ഭാഗമായി സംസ്ഥാനത്ത് മഴ ലഭിച്ചിരുന്നു. അതേസമയം ഈ വർഷത്തെ ആദ്യ ന്യൂനമർദ്ദം തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടേക്കും. അടുത്ത 48 മണിക്കൂറിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനാണ് സാധ്യത. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ വീണ്ടും സമരത്തിലേക്ക്. മത്സ്യബന്ധന നിരോധനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകണമെന്നാവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം. വിഴിഞ്ഞം പ്രാദേശിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സമരം. നയനയുടെ മരണത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടെടുത്ത വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. കോടതി അനുമതിയോടെയാകും പരിശോധന നടത്തുക. നയനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കിടപ്പുമുറിയിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റും തലയിണയും ഉൾപ്പെടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചത്. കുപ്രസിദ്ധ ഗുണ്ടകളായ ഓംപ്രകാശിനും പുത്തൻപാലം രാജേഷിനുമായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഓംപ്രകാശ് ഹൈദരാബാദിലും പുത്തൻപാലം രാജേഷ് തമിഴ്നാട്ടിലുമാണെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അഭിഭാഷകൻ മുഖേന ഗുണ്ടകൾ കീഴടങ്ങാനുള്ള സാധ്യതകൾ തേടുന്നതായും വിവരമുണ്ട്. നെടുങ്കണ്ട പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പോക്സോ കേസിലെ പ്രതിയെ പിടികൂടി. പ്രതിയുടെ വീടിന് സമീപത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. BJP കാസർഗോഡ് മണ്ഡലം പദയാത്ര തുടങ്ങി. സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അട്ടിമറിക്കുന്ന ഗൂഢാലോചനയ്ക്കുമെതിരെയാണ് പദയാത്ര. സംസ്ഥാന സെക്രട്ടറി KP പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ധീവരസഭ എറണാകുളം ജില്ലാ കമ്മിറ്റി ഫിഷറീസ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തൊഴിൽ നഷ്ടപ്പെട്ട കടലോര മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാൻ സർക്കാർ ഉത്തരവിട്ട ആനുകൂല്യം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. സംസ്ഥാന ജനറൽ സെക്രട്ടറി V ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനശ്രദ്ധ ആകർഷിക്കാൻ മാരത്തൺ സംഘടിപ്പിക്കും. ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും റൈസ് ബൗൾ അഡ്വഞ്ചേഴ്സും ചേർന്ന് ഈ മാസം 29-നാണ് മാരത്തൺ നടത്തുക. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി 500-ലധികം ദീർഘദൂര ഓട്ടക്കാർ മാരത്തണിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു അറിയിച്ചു. ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് കരാറുകാർ മലപ്പുറത്ത് കൂട്ടധർണ നടത്തി. മഞ്ചേരി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നടന്ന അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ലംഘിച്ച് ലൈസൻസ് ഫീസും സെക്യൂരിറ്റി തുകയും 3 ഇരട്ടി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നാണ് ആവശ്യം. മലപ്പുറത്ത് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ചുമട്ടുതൊഴിലാളികൾക്ക് ESI പദ്ധതി നടപ്പിലാക്കുക, തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, സർക്കാരിന്റെ ചുമട്ടുതൊഴിലാളി വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക, ചുമട്ടുതൊഴിലാളി നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. നെൽകൃഷിക്ക് ഡ്രോൺ ഉപയോഗിച്ച് കോട്ടയം പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത്. ഡ്രോൺ ഉപയോഗിച്ച് പാടശേഖരത്തിൽ രാസസംയുക്തങ്ങൾ തളിച്ചു. 11-ാം വാർഡിലെ പാതിയപ്പള്ളിക്ക് കടവ് 90-ാം പാടശേഖരത്തിലാണ് 20 ഏക്കർ നെൽകൃഷിയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നൂതന കൃഷിരീതി പരീക്ഷിച്ചത്. കോട്ടയം മുഴവൂർ ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർക്കുള്ള കാലിത്തീറ്റ വിതരണവും പാൽവില ഇൻസെന്റീവ് വിതരണവും മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ
ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 208 ക്ഷീര കർഷകർക്ക് ഇൻസെന്റീവ് നൽകിയത്. പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള 2,60,000 രൂപ വിനിയോഗിച്ച് 188 ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി നൽകി. കോട്ടയം മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിലെ പാറപ്പള്ളി ലക്ഷം വീട് കോളനി റോഡ് മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. 59 വർഷമായി നടപ്പുവഴി മാത്രമായിരുന്ന ഈ കോളനിയിലേക്കുണ്ടായിരുന്നത്. റോഡിൽ നിന്ന് 1/2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് കിടക്കുന്ന കോളനിയിൽ 29 വീടുകളാണുള്ളത്. MLA ഫണ്ടിൽ നിന്ന് ലഭിച്ച 30 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം. മാവേലിക്കര സബ് ജയിലിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടു. പുളിക്കീഴ് സ്റ്റേഷനിൽ അടിപിടി കേസിൽ പ്രതിയായി ജയിലിലായിരുന്ന വിഷ്ണുവാണ് രാവിലെ രക്ഷപ്പെട്ടത്. സെല്ലിൽ നിന്ന് കുളിക്കാൻ പോയ ഇയാൾ വനിതാ ജയിലിന്റെ വശത്തുള്ള മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കായംകുളം നഗരസഭാ കൌൺസിലർ അറസ്റ്റിൽ. ലീഗ് നേതാവ് നവാസ് മുണ്ടകത്തിലാണ് അറസ്റ്റിലായത്. ഒരാഴ്ചയായി ഇയാൾ ഒളിവിലായിരുന്നു. കോട്ടയത്തു നിന്നാണ് പിടികൂടിയത്. യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി യൂണിറ്റിന് ഇനി വനിതാ പ്രസിഡന്റ് ക്രിസ്റ്റി ആൻ ജേക്കബാണ് 16ാം വാർഡ് യൂണിറ്റ് പ്രസിഡന്റായി ചുമതലയേറ്റത്. മണ്ഡലം പ്രസിഡന്റ് ജോജി ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ പെരുവേലി ഉദ്ഘാടനം ചെയ്തു. ഡൊണാൾഡ് ട്രംപിന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഏർപ്പെടുത്തിയ വിലക്കുകൾ അവസാനിപ്പിക്കും. ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ പ്ലാറ്റ്ഫോംസ് INC ആണ് ഇത് വ്യക്തമാക്കിയത്. അടുത്തയാഴ്ചയോടെ സസ്പെൻഷൻ അവസാനിപ്പിക്കാൻ ആലോചന. 2021 ജനുവരിയിലെ ക്യാപിറ്റോൾ ഹിൽസ് കലാപത്തെ തുടർന്നാണ് ട്രംപിന് വിലക്ക് ഏർപ്പെടുത്തിയത്. UK-യിൽ പഠന വിസകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ നീക്കം നടക്കുന്നതായി റിപ്പോർട്ട്. പഠനശേഷമുള്ള താമസ കാലയളവ് കുറയ്ക്കൽ, കുടുംബ വിസയ്ക്ക് നിയന്ത്രണം തുടങ്ങിയ നടപടികൾ ആഭ്യന്തര മന്ത്രാലയം ആലോചിക്കുന്നതായി ബ്രിട്ടീഷ് മാധ്യമം ദി ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യക്കാരടക്കം ലക്ഷക്കണക്കിന് പേർക്ക് അത് തിരിച്ചടിയാകും. പാകിസ്ഥാനിൽ 60 ലക്ഷം പേർ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുകയാണെന്ന് ലോകബാങ്ക് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന പ്രളയമാണ് പാക് ജനതയ്ക്ക് കടുത്ത ആഘാതമേൽപ്പിച്ചത്. പ്രളയത്തിൽ ലക്ഷക്കണക്കിന് വളർത്തുമൃഗങ്ങൾ ചത്തു. 90 ലക്ഷം ഏക്കർ കൃഷിഭൂമി നശിച്ചു. അന്താരാഷ്ട്ര സമൂഹം അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നും ലോകബാങ്ക് റിപ്പോർട്ട്. സ്വവർഗരതി കുറ്റകരമല്ലെന്നും എന്നാൽ പാപമാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ. അസോസിയേറ്റഡ് പ്രസ് നൽകിയ അഭിമുഖത്തിലാണ് മാർപ്പാപ്പ നിലപാട് വ്യക്തമാക്കിയത്. വിശ്വാസികൾ പാപത്തെയും കുറ്റകൃത്യത്തെയും തിരിച്ചറിയണമെന്നും മാർപ്പാപ്പ. തിരുവനന്തപുരം കാര്യവട്ടത്ത് വീണ്ടും ക്രിക്കറ്റ് ആരവം എത്തുന്നു. ചലച്ചിത്ര താരങ്ങളുടെ ക്രിക്കറ്റ് ലീഗായ CCL മാർച്ചിൽ തിരുവനന്തപുരത്ത് നടക്കും. മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി ഉൾപ്പെടെയുള്ള താരനിരയാണ് കേരളത്തെ നയിക്കുന്നത്. ബോളിവുഡ് താരങ്ങൾ നയിക്കുന്ന മുംബൈയാണ് കേരളത്തിന്റെ എതിരാളികൾ. സ്വർഗതുല്യമായ വിവാഹം മനസ്സിൽ കാണുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ആഡംബരമെല്ലാം ഒഴിവാക്കി 20 കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്താണ് കോട്ടയം കൂരോപ്പട സ്വദേശിനി ആര്യ R. നായർ വഴികാട്ടിയാകുന്നത്. ഇന്ത്യൻ റവന്യൂ സർവീസിൽ അസിസ്റ്റന്റ് കമ്മീഷണറായ ആര്യയ്ക്ക് ഗുജറാത്തിൽ IPS ഉദ്യോഗസ്ഥനായ ശിവം നാളെ വർണ്ണമാല്യം ചാർത്തും. ഈ റിപ്പോർട്ടോടെ ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം. കോളേജ് പഠനകാലത്ത് മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹമാണ് ആര്യ സ്വന്തം വിവാഹത്തിലൂടെ സഫലമാക്കുന്നത്. ആഡംബരമുണ്ടാകില്ല എന്ന് മാത്രമല്ല, 20 കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവാണ് ഇവർ ഏറ്റെടുക്കുന്നത്. ആക്ച്വലി ഞാൻ കോളേജ് ടൈം തൊട്ട് ഇങ്ങനെ ഒരു ഡിസിഷനിലെത്തി. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ഒരു സ്റ്റഡി കാണാനിടയായി. അതായത് ഇന്ത്യയിലെ കടബാധ്യതയുടെ പ്രധാന പങ്കിൽ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സോഷ്യൽ ഫങ്ഷൻസിന് വേണ്ടിയുള്ള കടമെടുക്കലാന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അതിനൊരു ചെറിയ മാതൃകയാവാൻ പറ്റുവാണെങ്കിൽ. പക്ഷേ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളത് ചെയ്താൽ അതിന് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെങ്കിലും മാറി ചിന്തിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ. ഗുജറാത്തിൽ IPS ഉദ്യോഗസ്ഥനായ ശിവവും ആര്യയുടെ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. അച്ഛനും അമ്മയും കൂടി പിന്തുണച്ചതോടെ ആര്യയ്ക്കും ഇരട്ടി സന്തോഷം. അച്ഛനൊക്കെ എപ്പോഴും പറയായിരുന്നു, ഇത്രയും ഫ്രണ്ട്സിൻ്റെയും മക്കളുടെയൊക്കെ കല്യാണത്തിന് പോയിട്ട് എൻ്റെ മോളുടെ കല്യാണം ഇങ്ങനെയാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാനിതിന് പുറകിലെ റീസൺസും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ
അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. എൻ്റെ അച്ഛനാണ് സ്പെഷ്യൽ മാരേജ് ആക്ടിന് നിങ്ങൾക്കറിയാലോ 30 days മുമ്പ് നോട്ടീസ് കൊടുക്കണം. അപ്പോൾ അത് അച്ഛനാണ് കൊണ്ടുപോയി കൊടുത്തതും ഒക്കെ. അപ്പം ഭയങ്കര സപ്പോർട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്. മകളുടെ ആഗ്രഹത്തെ സമൂഹം ഇത്രയധികം പിന്തുണയ്ക്കുമെന്ന് കരുതിയില്ലെന്ന് അച്ഛൻ രാധാകൃഷ്ണൻ നായരും അമ്മ സുജാതയും പറയുന്നു. ഫുൾ സപ്പോർട്ടിലായിരുന്നു. കാരണം നമ്മൾ വേണമല്ലോ ആ സമൂഹത്തിനൊരു മോഡലാകേണ്ടത്. കാരണം ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും മുന്നോട്ട് വരുമ്പോഴാണല്ലോ മൂന്നാമതൊരാൾക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം വരിക, അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുക. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും വളരെ സപ്പോർട്ടീവായിരുന്നു. മോനും അതായിരുന്നു. നാളെ പാമ്പാടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് ആര്യയും ശിവവും തമ്മിലുള്ള വിവാഹം. ഇമ്മാനുൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.